ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ഇല്ലാതെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു പുഡിങ് ഇഷ്ടമാവും. പിന്നെ ഇതിന് നമ്മളൊരു കാരമലിൻ്റെ ഫ്ലേവറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാരമൽ ഗോതമ്പ് നുറുക്ക് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ, പുഡിങ് സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് ഒഴിക്കാനുള്ള ആ ഒരു പാകത്തിലുള്ള അളവാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. ഇത് നമുക്കൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട, അപ്പോൾ കയ്പ്പ് വരും. അപ്പോൾ അത് ഇതുപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ പാത്രം ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ കുറേ പഞ്ചസാര ഉണ്ടെങ്കിൽ കുറച്ച് സമയം വരും കേട്ടോ അതൊന്ന് മെൽറ്റായി കിട്ടാൻ. അപ്പോൾ നമ്മൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം ഇത് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സമയം തന്നെ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹാർഡായി പോവും. അപ്പോൾ ഹാർഡാവാതെ നമുക്ക് പെട്ടെന്ന് ഇത് ചുറ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യാൻ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അതിൽ ഫുള്ളായിട്ട് കാരമൽ ഒഴിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാരമൽ ഇതിൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലിതാ ഈ ഒരു അളവിൽ മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഴിച്ചെടുത്തിട്ട് മധുരം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ടിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലൊരു ചെറിയ പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് വെന്ത് കിട്ടും. കാരണം ഇത് കുറച്ച് വട്ടുള്ളൊരു പാത്രം ആയതുകൊണ്ട് അധികം തിക്കായിട്ടുള്ള മാവല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വേവുന്ന ടൈമിലൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഒന്ന് നമുക്ക് ഇതുപോലെ മാവിൽ കുത്തി നോക്കാം. അപ്പോൾ ഇതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള നമ്മൾ കുറച്ച് സമയം ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അടിയിലുള്ള കാരമൽ കുറച്ചൊന്ന് മെൽറ്റ് ആവാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റവ് ടോപ്പിൽ ഈ ഒരു പാത്രം ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അപ്പോൾ അടിയിലുള്ളതൊക്കെ കുറേ മെൽറ്റായിട്ട് വന്നു. അപ്പോൾ വളരെ തിന്നായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ള ക്രാക്ക് നമ്മൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ റവ വെച്ചിട്ടുള്ള കാരമൽ പുഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു
പുഡിങ്ങും ഇഷ്ടമാവും. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു കാരമലും കൂടെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്